മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സുകളെക്കുറിച്ചും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നിയമത്തെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഡൈവേഴ്സ് ഫീച്ചേഴ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ എന്തെല്ലാം സവിശേഷതകളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടേത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. അപ്പം 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനെ ഭരണഘടന നിലവിൽ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് 22 പാർട്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസ്, 395 ആർട്ടിക്കിൾസ് അനുച്ഛേദങ്ങളും അതുപോലെ തന്നെ 8 ഷെഡ്യൂൾസ്, 8 പട്ടികകളുമായിരുന്നു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടന നിലവിൽ വരുന്ന 1950 ജനുവരി 26 നിലവിൽ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് എത്രയുണ്ടായിരുന്നു? 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ 8 ഷെഡ്യൂൾസ് എന്നിവയായിരുന്നു നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ചേ. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ സവിശേഷതയാണ് പാർലമെൻ്ററി ഡെമോക്രസി. പാർലമെൻ്ററി ഡെമോക്രസി അല്ലെങ്കിൽ എന്താണ്? പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. അതിലെന്താ പറയുന്നത്? ദ ലെജിസ്ലേച്ചർ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. അപ്പം നമ്മുടെ ലെജിസ്ലേച്ചർ എന്തിനെ കൺട്രോൾ ചെയ്യുന്നു? എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിയമനിർമ്മാണ സഭ നമ്മുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഭരണാധികാരികളെ കൺട്രോൾ ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ ഫീച്ചർ. ഇനി രണ്ടാമത്തത് എന്താണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത? പോപ്പുലാർ സോവർണിറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ പരമാധികാരം എന്നതാണ് രണ്ടാമത്തെ ഫീച്ചർ. ആ രണ്ടാമത്തെ ഫീച്ചറിൽ എന്താ പറയുന്നത്? ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദ പീപ്പിൾ. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഒറിജിനേറ്റ് ചെയ്യുന്നത് ആരിൽ നിന്നാണെന്നാണ് പറയുന്നത്? ജനങ്ങളിൽ നിന്നാണെന്നാണ് പോപ്പുലാർ സോവർണിറ്റിക്കകത്ത് പറയുന്നത്. അപ്പം ജനങ്ങളുടെ പരമാധികാരം പോപ്പുലാർ സോവർണിറ്റിക്കകത്ത് പറയുന്നത് ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദ പീപ്പിൾ. എല്ലാ അധികാരങ്ങളും രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് ജനങ്ങളിൽ നിന്നാണെന്നാണ് രണ്ടാമത്തെ ഫീച്ചറിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തതിനകത്ത് എന്താ പറയുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കറിയാം, മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? അതല്ലെങ്കിൽ എന്താണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞത് ഓരോ വ്യക്തിക്കും നമ്മുടെ രാഷ്ട്രം ഉറപ്പുവരുത്തുന്ന അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽ, അപ്പം നമ്മുടെ രാജ്യമായ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും, ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും നൽകുന്ന അവകാശമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ആണല്ലേ. ഇവിടെ റൈറ്റിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി എന്തിനെ കുറിച്ചും കൂടി പറയണം? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ. നമുക്ക് കുറച്ച് കടമകളും കൂടിയുണ്ട്. അപ്പോൾ ആ കടമകൾ എന്താ? കടമകളിനകത്ത് എന്തൊക്കെ കാര്യമാണ് പറയുന്നത്? റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഓസ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. അപ്പോൾ എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ആണ്, അതായത് നമ്മുടെ കടമകളാണ്. എന്ത് കടമകൾ? ഓരോ വ്യക്തിയും, നമ്മൾ എല്ലാവരും, നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളും നമ്മുടെ നേഷനോട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്തോടും അതുപോലെ തന്നെ സൊസൈറ്റിയോടും ചില ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കാണിക്കേണ്ടതുണ്ട്. അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ കാര്യമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഡയറക്ഷൻസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്. അപ്പോൾ എന്താണ്? ഡയറക്ഷൻസ് ആണ്, അതായത് എന്താണ്? നിർദ്ദേശങ്ങളാണ്, മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്.
അപ്പം എന്താണ് ഡയറക്ഷൻ ഗിവൻ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്. സാമൂഹികവും സാമൂഹ്യപരമായിട്ടുള്ളതും എക്കണോമിക്കലായിട്ടുള്ളത് സാമ്പത്തികപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ രാഷ്ട്രത്തിൽ നൽകിയിരിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡയറക്ഷൻ ഗിവൻ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്, സോഷ്യൽ എക്കണോമിക്കലായിട്ടുള്ള റൈറ്റ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രം നൽകുന്ന ഡയറക്ഷൻസിനെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ഒരു ഫീച്ചറാണ് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന് പറയും. എന്താണത്? ഓൾ ദ സിറ്റിസൺ ആർ സബ്ജക്റ്റ് ടു ദ ലോ, നോ വൺ ഈസ് എബവ് ദ ലോ. അപ്പം എല്ലാവരും നിയമത്തിന് അതീതരാണ്, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ രാജ്യത്തിലുള്ള നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ആരും നിയമത്തിന് മുകളിലല്ല എന്ന് പറയുന്നതാണ് റൂൾ ഓഫ് ലോയ്ക്കകത്ത്. ഓക്കെ ആണോ? ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതിലെന്താ പറയുന്നത്? റൈറ്റ് ടു വോട്ട് ഗിവൻ ടു ഓൾ ഹു അറ്റൈൻഡ് എ പർട്ടിക്കുലർ ഏജ്. അപ്പം നമ്മുടെ രാജ്യത്ത് 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ അതാണ് പറയുന്നത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിനകത്ത് എന്താ പറയുന്നത്? റൈറ്റ് വോട്ട് ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. എന്താണ്? ഹു അറ്റൈൻഡ് എ പർട്ടിക്കുലർ ഏജ്, ഒരു നിശ്ചിതമായ പ്രായം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അടുത്തത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. എന്താണ് ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ? സ്വതന്ത്രവും അതുപോലെ തന്നെ ഇംപാർഷ്യൽ, അതായത് നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥിതിയാണ് നമുക്ക് ഉള്ളത്. അതിലെന്താ പറയുന്നത്? ദ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചറിൽ നിന്നും, നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നും, എക്സിക്യൂട്ടീവിൽ നിന്നും സ്വതന്ത്രമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനം. അതാണ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറിക്കകത്ത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇനി ഫെഡറലിസം. എന്താണ് ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. അപ്പം പവറിനെ അല്ലെങ്കിൽ അധികാരത്തെ സെൻറ്ററിലും സ്റ്റേറ്റിലുമായിട്ട് വിഭജിച്ച് നൽകുന്ന ഒരു സംവിധാനത്തെയാണ് ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എന്താണ് ഫെഡറലിസം എന്ന് പറയുന്നത്? ഇതൊരു സിസ്റ്റമാണ്. അതെന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡ് ചെയ്യുന്നു, സെൻറ്ററിലേക്കും സ്റ്റേറ്റിലേക്കും ഡിവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏക പൗരത്വം. ഏക പൗരത്വത്തിനകത്ത് എന്താ പറയുന്നത്? there is only one citizenship in the country, there is no separate citizenship for state. അപ്പം എന്താണ്? രാജ്യത്ത് ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. there is only one citizenship in the country. രാജ്യത്ത് ഒരേ ഒരു പൗരത്വമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, സ്റ്റേറ്റുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് ഒന്നുമില്ല. ആകപ്പാട് ഒരേ ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ. നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പറയുന്ന ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ. അല്ലാതെ കേരള എന്ന് പറയുന്ന ഒരു പൗരത്വം നമുക്കില്ല. അങ്ങനെ ഏക പൗരത്വമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അതിനകത്ത് സ്മൈലി വരയ്ക്കണം. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളവരുടെ നേരെ സ്മൈലിയും അതുപോലെ തന്നെ കറക്റ്റ് അല്ലാത്തതിൻ്റെ റോങ് ആയിട്ടുള്ളതിൻ്റെ നേരെ സാഡ് ആയിട്ടുള്ള ഒരിതും വരയ്ക്കണം. അവർ കോർട്ട്, ആദ്യത്തേതാണ് അവർ കോർട്ട്സ് വർക്ക് അണ്ടർ ഗവൺമെൻറ്. അപ്പോൾ സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോർട്ട് പ്രവർത്തിക്കുന്നത്. ആണോ? നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ വരയ്ക്കണം? സാഡ് വരയ്ക്കണം. ഇനി അടുത്തത് എന്താണ്? certain powers are vested ഇൻക്ലൂസീവ്ലി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്, certain പവേഴ്സ് ഉണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരയ്ക്കണം? സ്മൈലി വരയ്ക്കണം. അതുപോലെ തന്നെ everyone who turn 80 has the right to vote. അപ്പം 18 വയസ്സായ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ സ്മൈലി വരയ്ക്കണം.
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? നോ വൺ ഈസ് എബവ് ദ ലോ. ആരും നിയമത്തിന് അതീതരല്ല. അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ സ്മൈലി വരയ്ക്കണം. എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്. അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പം എന്താണ്? ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തോടൊപ്പം സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പിനോടൊപ്പം എന്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള നേഷൻ സിറ്റിസൺഷിപ്പിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഇവിടെ ഏക പൗരത്വമാണ് അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അപ്പം ഇവിടെ തെറ്റാണ്. അപ്പം ഇവിടെ സാഡ് വരയ്ക്കണം. ഇനി അടുത്ത ഇവിടെ എന്താണ്? ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവറിൻ. അപ്പം പരമാധികാരികൾ ജനങ്ങളാണ് ഇല്ലേ ഡെമോക്രസിയിൽ. അത് ശരിയല്ലേ? അപ്പം ഇവിടെ സ്മൈലി വരയ്ക്കണം. അടുത്ത പോയിന്റ് എന്താണ്? ആസ് വി ഹാവ് റൈറ്റ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു. നമുക്ക് റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. ശരിയല്ലേ? അപ്പം ഇവിടെ സ്മൈലി വരയ്ക്കണം. അതുപോലെ തന്നെ എന്താണ്? നോൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂൾസ്. അപ്പം എന്താണ്? നമ്മുടെ ഭരണാധികാരികൾക്ക് മേല് ആർക്കും നിയന്ത്രണമില്ല. അങ്ങനെയാണോ? അല്ല. അപ്പം ഭരണാധികാരികളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പം അത് തെറ്റാണ്. അപ്പം അവിടെ സാഡ് വരയ്ക്കണം. അപ്പം അത്രയും ഫില്ല് ചെയ്ത് വെക്കുക നിങ്ങൾ. ശ്രദ്ധിച്ച് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സോഴ്സ് ഓഫ് ലോസ് അല്ലെങ്കിൽ എന്താണ്? നിയമങ്ങളുടെ ഉറവിടത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരി. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ നേഷൻ. അപ്പം നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമ സംവിധാനമാണ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ നേഷൻ. നമ്മുടെ നേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ നിയമപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എനി ലോ framed by center or state government should follow the provisions of our കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഏത് പ്രൊവിഷൻ അനുസരിച്ച് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് മാത്രമേ ഏതൊരു സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അധികാരമുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ദസ് ദ boundaries within which government can make and enforce law are decided by our constitution, which hold the position as the supreme system and source of law. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും ഒക്കെയുള്ള അധികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ മെയിനായിട്ടുള്ള അതിലൂടെ എന്താ അർത്ഥമാക്കുന്നത്? അതിനൊരു ബൗണ്ടറീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബൗണ്ടറീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ഇതുപോലെയുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹോൾഡ് ദ പൊസിഷൻ ആസ് ദ സുപ്രീം സിസ്റ്റം ആൻഡ് സോഴ്സ് ഓഫ് ലോ. അപ്പം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ആ ഭരണഘടനയ്ക്ക് വളരെ സുപ്രീമായിട്ട് ഇതെന്ന് പറഞ്ഞൊരു സുപ്രീം സിസ്റ്റമാണ്, അല്ലെങ്കിൽ എന്താണ് പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. അപ്പോൾ ഭരണഘടന അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് താഴത്തെ പേജിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആക്റ്റുകൾ കാണാനായിട്ട് പറ്റും. ഇത് ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, ലാൻഡ് റിഫോംസ് ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ലേബർ ലോ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനെ കുറേ ആക്റ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നോക്കിക്കേ, ഓൾ ദ ലോസ് മെൻഷൻഡ് അബവ് ആർ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു ചിൽഡ്രൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റുകൾ വേറെ ഏതൊക്കെയുണ്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് എഴുതാം നമുക്ക്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുതാം അല്ലേ? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുതാം. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എഴുതാം. അപ്പോൾ ആ 2 ആക്ട് കൂടെ അവിടെ എഴുതി ചേർക്കണേ. ശ്രദ്ധിച്ചേ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്
2012 അല്ലെങ്കിൽ പോക്സോ ആക്ട് 2012. അപ്പോൾ പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്ന് തന്നെ പറയണം. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, The 1989 Convention on the Right of the Child aimed to prevent sexual violences against children and to ensure appropriate punishment to the perpetrators. അതായത് എന്ത് ചെയ്യണം, 1989 കൺവെൻഷൻ ഉടമ്പടി പ്രകാരം അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്, ചൈൽഡ് എയിം ടു പ്രിവെൻറ്റ് സെക്ഷൽ വയലൻസ്. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ടു എൻഷുർ അപ്രോപ്രിയേറ്റ് പണിഷ്മെൻറ്റ് ടു ദ പെർപെറ്റേറ്റേഴ്സ്. അപ്പം എന്ത് ചെയ്യണം, ചിൽഡ്രൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെൻറ്റ് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് 1989 ഉടമ്പടിയിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. പോക്സോ 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം ഈസ് ആൻ ആക്ട് എനാക്റ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻകോപ്പറേറ്റിംഗ് ചൈൽഡ് ഫ്രണ്ട്ലി മെഷേഴ്സ് വിത്തൗട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ പോക്സോ ആക്ടിനകത്ത് പറയുന്നത് എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നാണ് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്ത് ഇവിടെ പറയുന്നത് എന്താണ്, ഇതൊരു ചൈൽഡ് ഫ്രണ്ട്ലി മെഷേഴ്സ് ആയിരിക്കണം. എന്ത് ചെയ്യുന്നു, ഇത് ഫോളോ ചെയ്യേണ്ട ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഈ ഒരു പോക്സോ ആക്ടിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. ദ ലോ കൺസിഡേഴ്സ് ഓൾ അണ്ടർ ദ ഏജ് ഓഫ് 80 ആസ് ചൈൽഡ്. അപ്പോൾ എന്താണ്, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളെയും എന്തായിട്ടാണ് ഈ ഒരു നിയമപ്രകാരം കണക്കാക്കുന്നത്, ചൈൽഡായിട്ടാണ് അല്ലെങ്കിൽ കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഹാവ് യു ഹിയർഡ് ഓഫ് ദിസ് ലോ? അപ്പം നിങ്ങൾ ഈ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മുന്നേ കേട്ടിട്ടുണ്ടോ? അപ്പം നമ്മൾ ഇതിൻ്റെ ന്യൂസുകളിലൊക്കെ നമ്മൾ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പോക്സോ ആക്ടിൻ്റെ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, എവരി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലിവ് സേഫ്ലി വിത്തൗട്ട് ഫിയർ ഇൻ ദ സൊസൈറ്റി. എല്ലാ കുട്ടികൾക്കും, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കുട്ടികൾക്കും എങ്ങനെ ജീവിക്കാനായിട്ട് പറ്റണം എന്നാണ് പറയുന്നത്, റൈറ്റ് ടു ലിവ് സേഫ്ലി വിത്തൗട്ട് ഫിയർ. ഒരു ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല സുരക്ഷിതമായിട്ട് ഭയമില്ലാത്ത രീതിയിൽ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. എ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ അൺകംഫർട്ടബിൾ ആൻഡ് അൺസേഫ് ടച്ചസ്. അപ്പോൾ എന്താണ്, ഒരു കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം എന്താണ് അൺകംഫർട്ടബിളും അതുപോലെ തന്നെ അൺസേഫ് ആയിട്ടുള്ള ടച്ചസ്, അതുപോലെ തന്നെ ലുക്സ്, നമ്മളെ ഒരാൾ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ നോട്ടവോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തിയോ അങ്ങനെ നമുക്ക് അൺകംഫർട്ടബിൾ ആയ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് മനസ്സിലാക്കാനായിട്ട് ഏതൊരു കുട്ടിക്കും കഴിയണമെന്നാണ് പറയുന്നത്. ഫ്രം എനി പേഴ്സൺ ഏതൊരാളിൽ നിന്ന് വേണമെങ്കിലും ആകാം. അതിപ്പം നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു മറ്റൊരാളിൽ നിന്ന് അൺകംഫർട്ടബിൾ ആയിട്ടോ അൺസേഫ് ആയിട്ടുള്ള ടച്ചസോ ലുക്സോ ആക്ഷനോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ദേ ഷുഡ് ബി ക്യാപ്പബിൾ ഇനഫ് ടു സേ നോ ടു സച്ച് ആക്ട്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി പ്രാപ്തനായിരിക്കണം എന്ത് പറയാൻ, നോ പറയാൻ അവിടെ പ്രാപ്തനായിരിക്കണം, അല്ലെങ്കിൽ നോ പറയാനായിട്ട് അവിടെ എന്താണ് അതിനുള്ള ഒരു ക്യാപ്പബിലിറ്റി അവർക്ക് കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. ഏബിൾ ടു കീപ്പ് എവേ ആൻഡ് കംപ്ലൈൻറ്റ് ടു ദ അതോറിറ്റീസ്. അപ്പം അവരിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നോ പറയാനും അവിടെ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യണം, അതോറിറ്റീസിനെ കംപ്ലൈൻറ്റ് ചെയ്യാനുമുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഈ ആക്ടിലൂടെ പറയുന്നത്. ദ ലോ സ്റ്റേറ്റ് ദാറ്റ് കേസസ് ഓഫ് സെക്ഷൽ അസാൾട്ട് ആർ ടു ബി റിപ്പോർട്ടഡ് അണ്ടർ സെക്ഷൻ 19. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് 19 സെക്ഷൻ 19 അണ്ടറിലാണ് ഇതുപോലെയുള്ള കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ടു ദ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഓർ ദ ലോക്കൽ പോലീസ്. അപ്പോൾ സെക്ഷൻ
19 കീഴിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അതല്ലെങ്കിൽ ലോക്കൽ പോലീസിൻ്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓഫീസേഴ്സ് ഹാൻഡ്ലിംഗ് പോക്സോ കേസസ് ആർ നോൺ ആസ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CWPO. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസറിനെ അറിയപ്പെടുന്നത് എന്താണ്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CWPO എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The Kerala State Commission for Protection of Child Right has set up a monitoring system. അപ്പോൾ എന്താണ് കേരള സംസ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? ഒരു കമ്മീഷൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഹാസ് സെറ്റ് അപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പോൾ എന്താണ്? ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം സംരക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഹാസ് സെറ്റ് അപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം പോക്സോ മോണിറ്ററിംഗ് സെൽ അണ്ടർ സെക്ഷൻ 44 ഓഫ് ദ പോക്സോ ആക്ട്. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം സെക്ഷൻ 44-ാം വകുപ്പ് പ്രകാരം എന്തോ ഏർപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്തോ ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഒരു മോണിറ്ററിംഗ് സിസ്റ്റം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മോണിറ്ററിംഗ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഇതൊരു മോണിറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? സെക്ഷൻ 44-ൻ്റെ അണ്ടറിൽ ഒരു നിരീക്ഷണ സംവിധാനം കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എന്ത് ചെയ്തു? ഒരു മോണിറ്ററിംഗ് സെല്ല് നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. The Act ensures severe punishment to any on who includes in പോസ്കോ ഒഫൻസ്. അപ്പോൾ പോസ്കോ ഒഫൻസിൻ്റെ കീഴിൽ വരുന്ന ആളുകൾക്ക് വളരെ കഠിനമായിട്ടുള്ള പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു വരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എപ്പാർട്ട് ഫ്രം ബീയിങ് ദ സിസ്റ്റം ആൻഡ് സോഴ്സ് ഓഫ് ലോ, വാട്ട് അതേഴ്സ് ഫങ്ഷൻസ് ഡസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫോം. നമ്മുടെ നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ്സുകൾ എന്നിവ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെല്ലാം തരത്തിലുള്ള ധർമ്മങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു മരത്തിനകത്ത് കുറേ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ എന്താണ്? പൗരന്മാർക്ക് അവർക്കിടേതായിട്ടുള്ള റൈറ്റ്സും അതുപോലെ തന്നെ ഡ്യൂട്ടീസും ഉണ്ട്. പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങളും കടമകളും എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ. ഇനി അടുത്തത് എന്താണ്? ഡിഫൈൻ ആൻഡ് ഡീലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, അപ്പോൾ പവേഴ്സും അതുപോലെ തന്നെ എന്താണ്? ഡീലിമിറ്റ്സ്, അതായത് എന്താണ്? അവരുടെ പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്? ഡിഫൈൻ ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻസ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള വാല്യൂസ്, മൂല്യങ്ങളും അതുപോലെ തന്നെ എന്താണ്? ഐഡിയൽസ്, ദർശനങ്ങൾ, കാര്യങ്ങൾ, ആദർശങ്ങൾ, കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് നിർവചിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ആക്ട് ആസ് സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ടൈറനി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. അപ്പോൾ എന്താണ്? ടൈറനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വേച്ഛാധിപത്യത്തിനും അതുപോലെ തന്നെ എന്താണ്? അബ്യൂസ് ഓഫ് പവറിനെ അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരെയുള്ള ഒരു സംരക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സംരക്ഷണ കവചമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ദാറ്റ് ഡയറക്ട്സ് ദ നേഷൻസ്. അപ്പോൾ എന്താണ് പറയുന്നത്? രാജ്യത്തിന്
ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു, ഒരു ബോധം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിശാബോധം നൽകുന്ന തരത്തിലുള്ള ഒരു ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആയിട്ട് ഇത് നിലകൊള്ളുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നു. അതുപോലെ അടുത്ത പോയിന്റ് എന്താണ്? എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ കൺട്രി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ രാജ്യത്തുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പ്രിസർവിങ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നാനാത്വത്തിൽ ഏകത്വം. അതിനെ പ്രിസർവ് ചെയ്യാനായിട്ട്, നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയെല്ലാം പ്രിസർവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സംരക്ഷിച്ച് നിർത്താനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനകത്ത് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പ്ലക്കാർഡുകൾ തയ്യാറാക്കണേ. പ്ലക്കാർഡുകൾ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അതുപോലെ തന്നെയുള്ള റിപ്പബ്ലിക് ഡേക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്, കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലക്കാർഡുകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം.